ഡോക്ടർ എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? അതോ നമ്മുടെ ഇന്നലെ വന്ന ആ സ്മൈൽ കറക്ഷൻ പേഷ്യന്റ് നോക്കുന്നുണ്ടോ? അപ്പൊ അവരുടെ സ്മൈല് ഞാൻ നോക്കുമായിരുന്നു. അപ്പൊ അവർ ഈ കഴിഞ്ഞ ഓൾമോസ്റ്റ് 40 ഇയേഴ്സ് ഏജ് ഉള്ളൊരു പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയ്ക്ക് അവർ കോൺഫിഡന്റ് ആയിട്ട് അവരുടെ ഈ പല്ലുകളുടെ അവസ്ഥ കാരണം ചിരിച്ചിട്ടില്ല. അവർ ചിരിക്കാൻ തന്നെ മറന്നുപോയിരുന്നു. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ പല്ല് കാണുന്ന ഒരു ചിരിയുടെ ഫോട്ടോ തന്നെ നമ്മളൊന്ന് ക്യാപ്ചർ ചെയ്തത്. അപ്പം നമ്മൾ ഈ പേഷ്യന്റിന് അലൈനർ ട്രീറ്റ്മെന്റും വലിയ ട്രീറ്റ്മെന്റും ഒക്കെ റെക്കമെൻഡ് ചെയ്തു. പക്ഷെ പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് വളരെ ഫാസ്റ്റർ ആയിട്ടുള്ളതും എക്കണോമിക്കൽ ആയിട്ടുള്ളതുമായ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് കോമ്പോസിറ്റ് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്തു. അപ്പോൾ കോമ്പോസിറ്റ് വെനിയറിംഗിലൂടെയാണ് നമ്മൾ അവർക്ക് അവരുടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. നമുക്ക് ഇവരുടെ ആഫ്റ്റർ റിസൾട്ട്സ് ഒന്ന് കണ്ടാലോ? നമ്മൾ ട്രീറ്റ്മെന്റിന് ശേഷം പേഷ്യന്റിൽ ക്യാപ്ചർ ചെയ്തൊരു സ്മൈലാണ്. ഇത്രയും ഒരു വൈറ്റ് സ്മൈലിനായിരുന്ന പേഷ്യന്റ് ആയിരുന്നു ട്രീറ്റ്മെന്റിന് മുൻപ് പല്ല് കാണിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ചിരിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പല്ലുകൾക്കിടയിലെ ഗ്യാപ്പോ പല്ലുകളുടെ ഷേപ്സിലുള്ള ഇഷ്യൂസ് ഒക്കെ കാരണം നിങ്ങൾ പല്ല് കാണിക്കാതെ ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് ട്രീറ്റ്മെന്റിലൂടെ വളരെ ചുരുങ്ങിയ സമയത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കും.